आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹരിശങ്കർ രചിച്ച സദാചാർ ക താബീസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ഒരു രാജ്യത്ത് ജനങ്ങൾ ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. ആ രാജ്യത്തെ രാജാവ് അത് കേട്ട് അതെന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. അതിനെ പിടിച്ചു കൊണ്ടുവരാൻ തൻ്റെ രാജസദസ്സിലെ പ്രമാണിമാരോട് പറയുന്നു. രാജാവിന് കാണുന്നില്ലെങ്കിൽ എപ്രകാരമാണ് അവർക്ക് കാണുക എന്ന് അവർ ചോദിക്കുന്നു. കാരണം അവർ രാജാവിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നു. അവരുടെ കണ്ണുകളിൽ എന്ത് കണ്ടാലും അത് രാജാവായിട്ട് അവർക്ക് തോന്നുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്ത് വിശേഷജ്ഞ എന്ന് പറയുന്ന ജാതി ഉണ്ടെന്നും അവർ കണ്ണുകളിൽ ഒരുതരം കൺമഷി ഇട്ട് കഴിഞ്ഞാൽ ഏത് നേർത്ത സ്വാധനങ്ങളും കാണാൻ സാധിക്കുമെന്ന് പറയുന്നു. വളരെ ചെറിയ സാധനങ്ങളും കാണാനായിട്ട് സാധിക്കും. അങ്ങനെ 5 സ്പെഷ്യലിസ്റ്റായിട്ടുള്ള ആൾക്കാരെ, വിശേഷജ്ഞ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലിസ്റ്റാണ്, അവരെ കൊണ്ടുവരുന്നു. അവരോട് ഈ ജോലി ഏറ്റെടുക്കാൻ പറയുന്നു. അങ്ങനെ അവർ 2 മാസത്തിന് ശേഷം രാജാവിൻ്റെ മുമ്പാകെ വരുന്നു. എന്നിട്ട് പറയുന്നു, അത് സൂക്ഷ്മമാണ്, പ്രകടം അല്ലാത്തതാണ്, സർവ്വവ്യാപിയാണെന്ന് പറയുന്നു. അത് നിങ്ങളുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ കൊട്ടാരത്തിലുമുണ്ട്, സിംഹാസനത്തിലുമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആകെ രാജാവ് ഭയക്കുന്നു. അതിനെ എങ്ങനെ തുടച്ചു മാറ്റാം എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആ പ്ലാൻ ഉണ്ടാക്കിയത് ഇപ്രകാരമാണെന്നും അത് എടുക്കുന്ന ആളും കൊടുക്കുന്ന ആളെയും അതുപോലെ അധികാരികളുടെയും എല്ലാം തുടച്ചു നീക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൈക്കൂലി രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കോൺട്രാക്റ്റ് ആദ്യം ഇല്ലാണ്ടാക്കിയാലേ കൈക്കൂലി ഇല്ലാണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നു. അതുപോലെ അതിൻ്റെ കാരണവും, എന്തുകൊണ്ടാണ് കൈക്കൂലി അവർ വാങ്ങുന്നതെന്നുള്ള കാരണവും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ പ്ലാൻ പഠിച്ചിട്ട് രാജാവിൻ്റെ ആരോഗ്യം നശിക്കുന്നു. അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. दरबारियों ने कहा, महाराज वो योजना क्या है? एक मुसीबत है, उसके अनुसार कितने उलटफेर करने पड़ेंगे, कितनी परेशानी होगी. പ്രമാണിമാർ പറഞ്ഞു രാജാവിനോട്, മഹാരാജാവേ, ആ പ്ലാൻ അതെന്താണ്? അത് വളരെ മുസീബത്തായിട്ടുള്ള, വളരെ കഷ്ടപ്പാട് ആണ്. उसके अनुसार कितने उलट फेर करने पड़ेंगे. അത് കാരണം ഒരുപാട് ചേഞ്ചസ്, ഉലട്ട് ഫെയർ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ആണ്, വരുത്തേണ്ടതായിട്ട് വരും. ആ പ്ലാൻ അത്രയ്ക്കും പ്രശ്നമാണ്. കിतनी परेशानी होगी, सारी വ്യവസ്ഥ ഉലട്ട് പലട്ട് ഹോ ജായേഗി. ഈ വ്യവസ്ഥ തന്നെ മാറിപ്പോകും, താറുമാറായി പോകും. जो चल आ रहा है उसे बदलने से नई नई कठिनाइयाँ पैदा हो सकती हैं. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാറ്റുകയാണെങ്കിൽ പുതിയ കഠിനതകൾ, പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. हमें तो कोई ऐसी तरकीब चाहिए जिससे बिना कुछ उलट फेर किए भ्रष्टाचार मिट जाए. നമുക്ക് ഈ പ്ലാനിനേക്കാളും വേണ്ടത് ഒരു യുക്തി, ഒരു ഉപായമാണ്. തർക്കീബ് എന്ന് പറഞ്ഞാൽ ഉപായം, മറ്റൊരു യുക്തിയാണ്. ജിസ്സെ ബിനാ കുച്ച് ഉലട്ട് ഫെയർ കിയേ, ഇങ്ങനെ ചേഞ്ചസ് ഒന്നും, ഇങ്ങനെ താറുമാറൊന്നും ആക്കാതെ തന്നെ അഴിമതി തുടച്ചു നീക്കാൻ സാധിക്കുന്ന ഒരു ഉപായമാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് ഈ ഉപായം അല്ലെങ്കിൽ ഈ പ്ലാൻ അനുസരിച്ച് പോയാൽ അത് പ്രശ്നമാണ് എന്നാണ് പ്രമാണിമാർ രാജാവിനോട് പറയുന്നത്. രാജാ സാബ് പോലെ,
മേ ബി യഹി ചാഹത്ത ഹൂം, ഞാനും ഇത് തന്നെയാണ്. പ്രമാണിമാർ എന്താണോ പറയുന്നത് അത് അനുസരിച്ചിരിക്കുക. സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇവിടെ രാജാവിനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ അധികാരി വർഗ ചെയ്യുന്നത്. താഴെയുള്ള ആൾക്കാർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ഹാസ്യാത്മക രീതിയിൽ ഈ കഥ മുന്നോട്ട് പോകുന്നത്. പ്രിയേ ഹോ കൈസെ, ഇത് എങ്ങനെ സംഭവിക്കും? ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്ന് രാജാവ് പറഞ്ഞു. ഹമാരെ പ്രപിതാമഹക്കോ तो जादू आता था, हमें वह भी नहीं आता, तुम लोग ही कोई उपाय खोजो. എൻ്റെ പിതാമഹനായ പൂർവികർ ആയിട്ടുള്ളവർക്കൊക്കെ എന്തുണ്ടായിരുന്നു? ജാദു ആത്താത്ത, അവർക്ക് മാജിക് അറിയാമായിരുന്നു. എനിക്കതും അറിയില്ല. തും ലോഗ് ഹി കോയി ഉപായ് കോജോ, നിങ്ങൾ എന്നെ എന്തെങ്കിലും ഉപായം കണ്ടെത്തൂ എന്ന് രാജാവ് പറയുകയാണ്. एक दिन दरबारियों ने राजा के सामने एक साधु को पेश किया और कहा, അങ്ങനെ പ്രമാണിമാർ രാജാവിന് മുമ്പാകെ ഒരു സന്യാസിയെ, സാധു, ഒരു സെയിൻറ്റിനെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, മഹാരാജ്, एक कंदरा में तपस्या करते हुए इस महान साधक को हम ले आए हैं. एक कंदरा में, कंदര എന്ന് പറഞ്ഞാൽ ഗുഹയാണ്, ഗുഹ. ഒരു ഗുഹയിൽ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മഹാനായ സന്യാസിയെ, സാധക്, ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്, അവിടുന്ന് പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനോനെ സദാചാർ ക താബിസ് ബനായ ഹെ, ഇദ്ദേഹം സദാചാരത്തിന് വേണ്ടിയിട്ടുള്ള, നല്ല പെരുമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള, നല്ല ഗുണത്തിന് വേണ്ടിയിട്ടുള്ള തകിട്, താബീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. वह मंत्रों से सिद्ध है और उसके बांधने से आदमी एकदम सदाचारी हो जाता है. അത് മന്ത്രങ്ങളാൽ പൂജിക്കപ്പെട്ടതാണ്. അത് കെട്ടുന്നതോടുകൂടി, അത് ബാന്ധനേസെ ആത്മീ ഏകദം, മനുഷ്യൻ പെട്ടെന്ന് തന്നെ വളരെ സദാചാരി, നല്ല മനുഷ്യനായിട്ട്, സദ്ഗുൺ വാലെ ബൻ ജാത്ത ഹെ, നല്ലവരായിക്കോളും എന്നാണ് പറയുന്നത്. साधु ने अपने झोले में से एक ताबीज़ निकाल कर राजा को दिया. അങ്ങനെ ആ സന്യാസി തൻ്റെ സഞ്ചിയിൽ നിന്ന്, ജോളെ എന്ന് പറഞ്ഞ സഞ്ചിയാണ്, തൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരു തകിട് എടുത്തിട്ട് രാജാവിന് കൊടുത്തു. राजा को दिया. राजा ने उसे देखा, बोले, हे साधु, इस ताबीज़ के विषय में मुझे विस्तार से बताओ. രാജാവ് അത് കണ്ടിട്ട് പറഞ്ഞു, ഹേ സാധു, ഹേ സന്യാസി, ഈ താബീസ് കെ വിഷയമേ മുझे വിസ്താർ സെ ബത്താओ, ഈ തകിടിനെക്കുറിച്ച്, ഈ തകിടിൻ്റെ വിഷയത്തെക്കുറിച്ച് എന്നോട് വിശദമായിട്ട് പറയൂ. ഇസസെ ആദ്മി സദാചാരി കൈസെ ഹോ ജാത്ത ഹെ, എങ്ങനെയാണ് മനുഷ്യൻ സദാചാരിയാകുന്നത്? ഇത് കെട്ടുന്നതോടുകൂടി സദാചാരിയാകുമെന്നാണ് പറയുന്നത്, പക്ഷേ എങ്ങനെയാണ് ആകുന്നതെന്ന് ചോദിക്കുകയാണ് ഇവിടെ രാജാവ്. സാധുവിനെ സംജായ, മഹാരാജ്, ഭ്രഷ്ടാചാർ और സദാചാർ മനുഷ്യ की ആത്മാ में होता है. മഹാരാജാവേ, ഈ അഴിമതിയും സദാചാരവും അത് രണ്ടും മനുഷ്യൻ്റെ ആത്മാവിലാണ് ഉണ്ടാകുന്നത്. അഴിമതിയും സദ്ഗുണവും ബാഹസനഹ്യോത്ത, അത് പുറമേ ഉണ്ടാകില്ല, അത് അകത്താണ് ഉണ്ടാകുന്നത്. വിധാത जब मनुष्य को बनाता है तब किसी की आत्मा में ईमान को ഫിറ്റ് കർ ദേത്ത ഹെ. വിധാത എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എപ്പോഴാണോ മനുഷ്യനെ ഉണ്ടാക്കുന്നത് അപ്പോൾ കിസി കി ആത്മാമേ, ആരുടെയെങ്കിലും ആത്മാവിൽ ഈമാൻ കോ ഫിറ്റ് കർ ദേത്ത ഹെ. ഈമാൻദാരി, സത്യസന്ധത, ഇവിടെ ഈമാൻ ഉദ്ദേശിച്ചത് സത്യസന്ധതയാണ്. ഈ സത്യസന്ധതയെ അവിടെ ഫിറ്റ് ചെയ്യുന്നു. മനുഷ്യനെ ഉണ്ടാക്കുന്ന സമയത്ത് ഈശ്വരൻ ആത്മാവിൽ ഈ സത്യസന്ധതയെ ഫിറ്റ് ചെയ്യുന്നു. और किसी की आत्मा में ബേയിമാനി की, ചിലരുടെ ആത്മാവിൽ സത്യസന്ധത ഫിറ്റ് ചെയ്യുന്നു, അതുപോലെ ചിലരുടെ ആത്മാവിൽ ബേയിമാനി.
എന്ന് പറഞ്ഞാൽ സത്യസന്ധതയുടെ ഉൾട്ട, കള്ളവും ചതിയും ഒക്കെ ചെയ്യുന്ന ഇതിനെയാണ് ബേईमानी എന്ന് പറയുന്നത്. इस खल में से ईमान या बेईमानी के स्वर निकलते हैं. जिन्हें आत्मा की पुकार कहते हैं. ഈമാൻ്റെയും അതുപോലെ ബേईमाനിയുടെയും സത്യസന്ധതയുടെയും അസത്യത്തിൻ്റെയും ഒക്കെ സ്വരം ഇതിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതിനെയാണ് ആത്മാവിൻ്റെ വിളി എന്ന് പറയുന്നത്. ആത്മാക്ക് പുക്കാർ കേത്തെ हैं. അഴിമതിയും സദാചാരവും മനുഷ്യൻ്റെ ആത്മാവിലുണ്ട്. അത് പുറത്തു നിന്നും വരുന്നവയല്ല. വിധാതാവ് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ചിലരിൽ സത്യസന്ധതയുടെയും മറ്റു ചിലരിൽ കള്ളത്തരത്തിൻ്റെയും വ്യാജത്തിൻ്റെയും സ്വരം പുറപ്പെടുന്നു. ഇതിനെ ആത്മാവിൻ്റെ രോധനമെന്ന് വിളിക്കാം എന്നാണ് ഇവിടെ സന്യാസി പറയുന്നത്. ആത്മാക്ക് പുക്കാർ, ആത്മാവിൻ്റെ രോധനം അല്ലെങ്കിൽ ആത്മാവിൻ്റെ വിളി എന്ന്. ആത്മാക്ക് പുക്കാർ के अनुसार आदमी काम करता है. ഈ ആത്മാവിൻ്റെ രോധനം അനുസരിച്ചാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്, ജോലി ചെയ്യുന്നത്. प्रश्न यह है कि जिनकी आत्मा से बेईमानी के स्वर निकलते हैं, പ്രശ്നം ഇതാണ്, ചോദ്യം ഇതാണ്, ജിൻകി ആത്മാ സെ ബേईमानी के स्वर निकलते हैं. ആരുടെ ആത്മാവിൽ നിന്നാണ് ഈ സദാചാരം അല്ലെങ്കിൽ ഈ സത്യസന്ധതയുടെ സ്വരം പുറപ്പെടുന്നത്? ഉन्हें दबाकर ईमान के स्वर कैसे निकल जाएं. ഈ കള്ളത്തരത്തിൻ്റെ സ്വരം ഏത് ആത്മാവിൽ നിന്നാണ് പുറപ്പെടുന്നത്? അതിനെ അടിച്ചമർത്തിയിട്ട് ഉനെ ദബാക്കർ ഈമാൻ കെ സ്വർ, സത്യസന്ധതയുടെ സ്വരം എങ്ങനെ നമുക്ക് പുറപ്പെടുവിക്കാം എന്നതാണ് ചോദ്യം. മേ കൈ വർഷോ സെ ഇസി കെ ചിന്തൻ മേ ലഗാ ഹൂം. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭി मैंने ये സദാചാർ का ताबीज़ बनाया है. ഇപ്പോൾ ഞാൻ ഈ സദ്ഗുണത്തിൻ്റെ, ഈ നല്ല പെരുമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഈ തകിട് ഉണ്ടാക്കി. ജിസ് ആത്മി की भुजा पर ये बांधा होगा वो सदाचारी हो जाएगा. ആരുടെ കൈകളിലാണോ, ഭുജ എന്ന് പറഞ്ഞാൽ ഹാത്താണ്, ആരുടെ കൈകളിലാണോ ഇത് കെട്ടുന്നത് അയാൾ സദാചാരി ആകും, നല്ല പെരുമാറ്റത്തിന് നല്ല ഗുണവാനാകുമെന്നാണ് പറയുന്നത്. मैंने कुत्ते पर भी इसका प्रयोग किया है. ഞാൻ നായ്ക്കളിലും ഇത് പരീക്ഷിച്ചിട്ടുണ്ട്. ये ताबीज़ गले में बांध देने से कुत्ता भी रोटी नहीं चुराता. ഇത് ഈ തകിട് നായയുടെ കഴുത്തിൽ കെട്ടിയതിന് ശേഷം നായയും പിന്നെ റൊട്ടിയൊന്നും മോഷ്ടിച്ചിട്ടില്ല. बात यह है कि इस ताबीज़ में से ही सदाचार के स्वर निकलते हैं. കാര്യം ഇതാണ്, ഈ തകിടിൽ നിന്നാണ് ഈ സദാചാരത്തിൻ്റെ, നല്ല പെരുമാറ്റത്തിൻ്റെ, നല്ല ഗുണത്തിൻ്റെ ഈ സ്വരം പുറപ്പെടുന്നത്. जब किसी की आत्मा बेईमानी के स्वर निकालने लगती है तब इस ताबीज़ की शक्ति आत्मा का घल गोंद देती है. ഇവിടെ സന്യാസി പറയാണ്, ജബ് കിസി കി ആത്മാ, ആരുടെയെങ്കിലും ആത്മാവിൽ നിന്ന് ബേईमानी
ഈ കള്ളത്തരത്തിൻ്റെ സ്വരം, തെറ്റിൻ്റെ സ്വരം നിക്കലിനെ ലഗ്തി ഹെ പുറപ്പെടുകയാണെങ്കിൽ तब इस ताबीज़ की शक्ति आत्मा का गला गोंड देती है. അപ്പോൾ ഈ താബീസിൻ്റെ ഈ തകിടിൻ്റെ ശക്തിയാൽ ആത്മാവിൻ്റെ കഴുത്ത് ഗോണ്ട് देती है. गला गोंड देती है मतलब मार देती है, मार देना, अडिक्यम. और आदमी को ताबीज़ से ईमान के स्वर सुनाई पड़ते हैं. അപ്പോൾ ആ മനുഷ്യന്, ആ വ്യക്തിക്ക് ആ തകിടിൽ നിന്ന് സത്യസന്ധതയുടെ സ്വരം കേൾക്കാനായിട്ട് സാധിക്കും. ആത്മാവിൻ്റെ കഴുത്തിനെ ഇതടിക്കും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ആത്മയുടെ ആ തകിടിൽ നിന്ന് സത്യസന്ധതയുടെ സ്വരം കേൾക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. वह इन स्वरों को आत्मा की पुकार समझकर सदाचार की ओर प्रेरित होता है. അങ്ങനെ പുറപ്പെടുന്ന ആ സ്വരം അത് ആത്മാവിൻ്റെ വിളിയാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ രോധനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ സദാചാരത്തിലേക്ക് അവരെ പ്രേരിപ്പിക്കപ്പെടും. യഹി ഇസ് താബീസ് ക ഗുൺ ഹെ മഹാരാജ്. ഇതാണ് ഈ താബീസിൻ്റെ, ഈ തകിടിൻ്റെ ഗുണം മഹാരാജാവേ. दरबार में हलचल मच गई. दरबारी उठ ताबीज़ को देखने लगे. അങ്ങനെ കൊട്ടാരത്തിൽ ആകെ ബഹളമായി. പ്രമാണിമാരൊക്കെ എഴുന്നേറ്റ് ആ തകിടിനെ നോക്കാൻ തുടങ്ങി. ताबीज़ चाहिए, हम राज्य की ओर से ताबीज़ों का कारखाना खोल देते हैं. തകിട് വേണം, നമ്മൾ രാജ്യത്ത് തകിടിന് വേണ്ടിയിട്ടൊരു കാർഖാന, ഒരു വ്യവസായം, ഒരു ഫാക്ടറി തുടങ്ങാം. आप उसके जनरल मैनेजर बन जाएं और अपनी देख रेख में बढ़िया ताबीज़ बनवाएं. താങ്കൾ അതിൻ്റെ മാനേജർ ആയിക്കോളൂ, എന്നിട്ട് അതൊക്കെ നോക്കി നടത്തിക്കോളൂ, എന്നിട്ട് നല്ല തകിടുകൾ ഉണ്ടാക്കൂ എന്ന് രാജാവ് പറയുകയാണ്. ഏക് മന്ത്രിനെ കഹ, ഒരു മന്ത്രി പറഞ്ഞു, മഹാരാജ് രാജ് ക്യോ झंझट में पड़े. मेरा तो निवेदन है कि साधु बाबा को टेका दे दिया जाए. वे अपनी मंडली से ताबीज़ बनवाकर राज्य को सप्लाई कर देंगे. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് രാജ്യത്തെ സങ്കടത്തിലാക്കുന്നത്? എൻ്റെ നിവേദനം, മന്ത്രി പറയുകയാണ്, എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഈ സാധു ബാബാക്കോ, ഈ സന്യാസിക്ക് ടേക്കാ ദേ ദിയാ ജായ്, കോൺട്രാക്റ്റ് കൊടുത്തോളൂ. വേ അപ്നി മണ്ഡലി, അദ്ദേഹം തൻ്റെ മണ്ഡലത്തിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ പ്രദേശത്ത് നിന്ന് താബീസ് ബുനവാക്കർ ഈ തകിട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് സപ്ലൈ ചെയ്യട്ടെ. അവിടെ സന്യാസിക്ക് കോൺട്രാക്റ്റ് കൊടുക്കാനാണ് പറയുന്നത്. രാജാവ് യെ സുജാവ് പസന്തായ, ആ നിർദ്ദേശം, മന്ത്രിയുടെ ആ നിർദ്ദേശം രാജാവിന് ഇഷ്ടപ്പെട്ടു. സാധുക്കോ താബീസ് ബനാനെ കാ ടേക്കാ ദേ ദിയ ഗയ. അങ്ങനെ ആ സന്യാസിക്ക് തകിട് ഉണ്ടാക്കാനുള്ള കോൺട്രാക്റ്റ് കൊടുക്കുകയുണ്ടായി. ഉസി സമയം ഉന്നെ 5 करोड़ रुपये कारखाना खोलने के लिए पेशगी मिल गए. അങ്ങനെ 5 करोड़ रुपये, 5 കോടി രൂപ ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ട് മുൻകൂറായിട്ട് അഡ്വാൻസായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. രാജ്യമൊക്കെ അഖ്ബാറോമേ ഖബറേം ചപ്പി. അങ്ങനെ രാജ്യത്തെ പത്രങ്ങളിൽ എല്ലാം ഈ ന്യൂസ് അച്ചടിച്ചു. सदाचार के ताबीज़ की खोज, ताबीज़ बनाने का कारखाना खुला. സദാചാർ ആവാൻ വേണ്ടിയിട്ടുള്ള തകിടിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം, കോച്ച്,
തകിട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടറി തുറന്നു തുടങ്ങിയ കാര്യങ്ങൾ പത്രത്തിൽ അച്ചടിച്ച് വന്നു. ലാഖോ താബീസ് ബൻഗയെ, അങ്ങനെ ലക്ഷക്കണക്കിന് തകിടുകൾ ഉണ്ടാക്കി. സർക്കാർ കെ ഹർ സർക്കാരി കർമ്മചാരി കി ഭൂജ പർ एक एक താബീസ് ബാന്ധ് ദിയാ ഗയ. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ, സർക്കാരിൻ്റെ എല്ലാ കർമ്മചാരിക്ക്, എല്ലാ എംപ്ലോയീസിൻ്റെയും, കർമ്മചാരി എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ്, ഗവൺമെൻറ് എംപ്ലോയീസ്, അവരുടെയൊക്കെ കൈകളിൽ ഈ തകിട് കെട്ടി. भ्रष्टाचार की समस्या का ऐसा हाल सरल हल निकल आने से राजा और दरबारी सब खुश थे. അങ്ങനെ അഴിമതിയുടെ ഈ പ്രശ്നം, ഈ വലിയ പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് സരൾ ഹൽ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ, ഹൽ എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യാൻ സാധിച്ചതിൽ രാജാവും അതുപോലെ പ്രമാണിമാരും എല്ലാവരും സന്തുഷ്ടരായിരുന്നു. एक दिन राजा की उत्सुकता जागी. सोचा देखे तो कि ये ताबीज़ कैसे काम करता है. അങ്ങനെ ഒരു ദിവസം രാജാവിന് ഒരു ഉത്കണ്ഠ തോന്നി. ഉത്സുകത ഉത്കണ്ഠയാണ്. അദ്ദേഹം ചിന്തിച്ചു. സോച്ച ദേഖെ തോ കി യേ താബീസ് കൈസെ കാം കർത്താ ഹെ. അദ്ദേഹത്തിന് ഈ തകിട് എങ്ങനെയാണ്, ഈ തകിട് പ്രവർത്തിക്കുന്നത് എന്ന് കാണാനൊരു ആഗ്രഹം. വ വേഷ് ബദൽക്കർ ഏക് കാര്യാലയമേ ഗയേ. അങ്ങനെ അദ്ദേഹം വേഷം മാറിയിട്ട് ഒരു ഓഫീസിൽ, കാര്യാലയം എന്ന് പറഞ്ഞാൽ ഓഫീസാണ്, ഒരു ഓഫീസിൽ പോയി, ഒരു സർക്കാർ ഓഫീസിൽ. ഉസ് ദിൻ 2 താരീഖ് തി. ആ ദിവസം ഡേറ്റ് 2 ഏക് ദിൻ പെഹ്ലെ തൻഖ്വാഹ് മിലി തി. ഒരു ദിവസം മുന്നേ തന്നെ ശമ്പളമൊക്കെ കിട്ടിയിരുന്നു, കൂലിയൊക്കെ കിട്ടിയിരുന്നു. वो एक कर्मचारी के पास गए और कई काम बताकर उसे 5 रुपये का नोट देने लगे. അദ്ദേഹം എന്താ ചെയ്തത്, ഡേറ്റ് 2 ഒരു മാസം 2-ാം തീയതി പോവുകയും ഒരു ദിവസം മുന്നേ തന്നെ ശമ്പളം, അതായത് 1-ാം തീയതി ശമ്പളം കിട്ടിയതാണ്. അങ്ങനെ ഒരു ഓഫീസർ, ഒരു എംപ്ലോയീൻ്റെ അടുത്ത് പോവുകയും കുറച്ച് കാര്യങ്ങൾ, ഒരു ജോലി ഏൽപ്പിക്കുകയും കൈ കാം ബത്താക്കർ ഉസെ 5 रुपये का നോട്ട് ദേനേലേക, ഒരു 5 രൂപയുടെ നോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. കുറച്ച് ജോലി പറഞ്ഞുകൊണ്ട് ഒരു ഓഫീസറോട്, ഒരു എംപ്ലോയിയോട് പറയുകയാണ്. 5 രൂപ കൊടുക്കുകയും ചെയ്തു റിഷ്വത്തായിട്ട്. കർമ്മചാരിനെ ഉനെ ഡാണ്ട. ആ എംപ്ലോയി എന്താ ചെയ്തത്, അത് തടഞ്ഞു. ഭാഗ് ജാവോ യഹാ സെ, ഗുസ് ലേന പാപ് ഹെ. ഇവിടുന്ന് ഓടിപ്പോയിക്കോളൂ. ഗുസ് ലേന, അതായത് റിഷ്വത്ത് ലേന, കൈക്കൂലി വാങ്ങുക എന്നത് പാപമാണെന്ന് ആ കർമ്മചാരി രാജാവിനോട് പറഞ്ഞു. ചീത്ത വിളിച്ചു രാജാവിനെ. രാജ ബഹുത് ഖുഷ് ഹുए. താബീസിനെ കർമ്മചാരി കോ ഈമാൻദാർ ബനാ ദിയാ താ. രാജാവ് വളരെ സന്തുഷ്ടനായി. ആ തകിട്, ആ എംപ്ലോയിയെ വളരെ സത്യസന്ധനാക്കി മാറ്റി. കുച്ച് ദിൻ ബാദ് വ ഫിർ വേഷ് ബദൽ കർ ഉസി കർമ്മചാരി കെ പാസ് ഗയേ. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും രാജാവ് വസ്ത്രമൊക്കെ മാറ്റിയിട്ട്, അതായത് രാജാവിൻ്റെ വേഷം മാറ്റിയിട്ട് സാധാരണക്കാരനായിട്ട് അതേ എംപ്ലോയിൻ്റെ അടുത്തേക്ക് പോയി. ഉസ് ദിൻ 31 താരീഖ് തി. പക്ഷെ അന്നത്തെ ഡേറ്റ് എന്തായിരുന്നു, 31 അതിന് മുന്നേ പോയ ഡേറ്റ് 2-ാം തീയതി ആയിരുന്നു. ഇവിടെ ശമ്പളം കിട്ടിയിട്ടുണ്ടാവില്ല. മഹീനേക്ക് ആഖിരി ദിൻ, ഒരു മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. രാജാനെ ഫിർ സെ 5 का നോട്ട് ദിക്കായ ഓർ ഉസെ ലേക്കർ ജേബ് മേ റഖ് ലിയ. രാജാവ് വീണ്ടും 5 രൂപയുടെ നോട്ട് കാണിച്ചു. അത് വാങ്ങിയിട്ട് പുള്ളിക്കാരൻ എന്താ ചെയ്തത്, തൻ്റെ പോക്കറ്റിൽ വെച്ചു. രാജാനെ ഉസ്കെ ഹാത്ത് പക്കഡ് ലിയ. രാജാവ് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു, ആ എംപ്ലോയിൻ്റെ. ബോലെ മേ തുമാരാ രാജാ ഹൂം, ഞാൻ നിൻ്റെ രാജാവാണ്. ക്യാ തും ആജ് സദാചാർ കാ താബീസ് ബാന്ധ് കർ നഹീ ആയേ. നീ എന്താ സദാചാരത്തിൻ്റെ തകിട് കയ്യിൽ കെട്ടിയില്ലേ എന്ന് ചോദിച്ചു. ബാന്ധാ ഹെ സർക്കാർ യെ ദേഖിയേ. ആ കെട്ടിയിട്ടുണ്ട് സാർ, അല്ലെങ്കിൽ രാജാവേ, ഇതാ നോക്കൂ. ഉസ്നെ
ആസ്തീൻ ചടാക്ക താബീസ് ദിക്കാ ദിയ. തൻ്റെ ഷർട്ടിൻ്റെ ആസ്തീൻ എന്ന് പറഞ്ഞാൽ ഷർട്ട് കഫാണ്, ഷർട്ടിൻ്റെ ആ കയ്യിൻ്റെ അറ്റം പൊന്തിച്ചുകൊണ്ട് ആ താബീസ് ആ തകിട് കാണിച്ചു കൊടുത്തു. രാജ അസമഞ്ജസ്മേ പടുകയെ, ആകെ കൺഫ്യൂഷനായി. അസമഞ്ജസം എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ. രാജാവ് ആകെ കൺഫ്യൂഷനായി. ഫിർ ऐसा कैसे हो गया, പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഉन्होंने താബീസ് पर कान लगाकर सुना. അദ്ദേഹം ആ തകിടിൽ ചെവിട് വെച്ചിട്ട് കേട്ടു. താബീസ് മേ സെ സ്വർ നിക്കൽ റഹേ തെ. താബീസിൽ നിന്നും സ്വരം വരുന്നുണ്ടായിരുന്നു, എന്തോ സ്വരം വരുന്നുണ്ടായിരുന്നു. അരേ ആജ് ഇക്തീസേ, ആജ് തോ ലേലോ ലേലേ, ഇന്ന് 31 ഡേറ്റ്, ഇന്ന് വാങ്ങിക്കോ എന്ന് ആ തകിടിൽ നിന്ന് സ്വരം പുറപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്ത് തുടച്ച് മാറ്റാനാണോ തകിട് ഉണ്ടാക്കി കെട്ടിയത്, ആ തകിടിൽ നിന്ന് തന്നെ ശബ്ദം പുറപ്പെടാൻ തുടങ്ങി. ഇന്ന് 31 തീയതിയാണ്, ഇന്ന് വാങ്ങിക്കോ എന്ന്. അതായത് ആ തകിട് വരെ അഴിമതി കാണിക്കാൻ തുടങ്ങി. നമ്മൾ സ്വയമാണ് മാറേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെ മാറ്റിയിട്ട് ഒരു കാര്യവുമില്ല. അഴിമതി മാത്രമല്ല, ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതൊക്കെ മാറണമെങ്കിൽ നാം ആദ്യം മാറണം എന്നാണ് ഈ ഹാസ്യാത്മകമായ ഈ കഹാനിയിലൂടെ ലേഖകൻ ഉദ്ദേശിക്കുന്നത്. അഴിമതി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കാനും വാങ്ങാനും നിന്നാൽ മാത്രമേ അവിടെ അഴിമതി നടക്കുകയുള്ളൂ. അതിനൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക ഏറ്റവും വലിയ വിപത്താണ് അഴിമതി. അത് നമ്മുടെ രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടച്ചു നീക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. നാം ഓരോരുത്തരും സ്വയം മാറേണ്ടതാണ് എന്നാണ് ഈ ഒരു കഥയിലൂടെ ഹരിശങ്കർ പർസായി നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം. എല്ലാവർക്കും സദാചാർ കാ താബീസ് എന്ന് പറയുന്ന ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് കരുതുന്നു. ധന്യവാദ്.